പശ്ചിമ ബംഗാളിലേക്ക് പോവുകയാണ്. പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പലതരത്തിലുള്ള നീക്കങ്ങൾ നമ്മൾ കണ്ടു. അതിൽ SIRൽ നിന്ന് പുറത്തായ ആ പട്ടികയിൽ നിന്ന് പുറത്തായവർക്കുള്ള ആനുകൂല്യങ്ങൾ റദ്ദാക്കുന്നു, അവിടെ സംവരണം മാറ്റിമറിക്കുന്നു, അങ്ങനെയുള്ള നീക്കങ്ങൾ. അവിടെ ഇപ്പോൾ ബലിപെരുന്നാൾ അടുക്കുകയാണ്. അവിടെ ഇപ്പോൾ ഈ മാംസ കച്ചവടത്തിന്, കന്നുകാലി നിയന്ത്രണത്തിന്, കശാപ്പിനൊക്കെ വലിയ നിയന്ത്രണങ്ങൾ സുവേന്ദു അധികാരി വന്നതിന് പിന്നാലെ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ചർച്ചയാകുന്നത് സോഷ്യൽ മീഡിയകളിൽ പശ്ചിമ ബംഗാളിൽ നിന്ന് പ്രചരിക്കുന്ന ചില വീഡിയോകളാണ്. അവിടെ ഹിന്ദു വ്യാപാരികൾ തന്നെ വലിയ രീതിയിൽ ഈ പശുക്കടത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നുകാലികളെ കശാപ്പിനായി കടത്തുമ്പോൾ മുസ്ലിം യുവാക്കൾ എത്തുന്നു, ആ വാഹനങ്ങൾ തടയുന്നു, അവരോട് പറയുകയാണ് നിങ്ങളുടെ മാതാക്കളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പൂട്ടിക്കെട്ടി കൊണ്ടുപോകരുത്, അതിനെ തുറന്നു വിടൂ, നിങ്ങൾ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുന്നത് ആ വീഡിയോകളുണ്ട്. കഴിഞ്ഞില്ല കുറേയേറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് രംഗത്തെത്തുന്നുണ്ട്. അവർ ആഹ്വാനം ചെയ്യുന്നത് നിങ്ങൾ പശുക്കളെ ഈ ബലിപെരുന്നാൾ അടുക്കുമ്പോൾ പശുക്കളെ കശാപ്പ് ചെയ്യരുത്, പകരം ആടുകളെ കശാപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറേയേറെ വീഡിയോകൾ അവിടെ പ്രചരിക്കുന്നത് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ അടുത്ത് സംസാരിക്കുന്നത്. ദൗസർ, ഇത് സംഘപരിവാർ പയറ്റുന്ന അതേ തന്ത്രം തിരിച്ച് അവർക്കെതിരെ പയറ്റുകയാണോ? എങ്ങനെ വേണം കാണാൻ ഇതിനെ? അതിൽ ഈ ബംഗാളിൽ ഇപ്പം നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് മാത്രമല്ല, അവിടെ ബലിപെരുന്നാൾ വരാനിരിക്കുകയാണ്. 2-3 ദിവസം മുമ്പാണ് സർക്കാർ ഒരു ഉത്തരവിറക്കുന്നത്. ഈ കശാപ്പിന് ഒരു വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് നിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് മനസ്സിലാക്കണം, ഇന്ത്യയിൽ ഗോവധ നിരോധന നിയമം ഇല്ലാത്ത ഒരു അപൂർവ സംസ്ഥാനങ്ങളെന്നാണ് ബംഗാൾ. 1950 ഒരു നിയമമാണ് അവിടെ ഉള്ളത്, ആനിമൽ സ്ലോട്ടർ കൺട്രോൾ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള റെഗുലേറ്ററി ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമാണുള്ളത്. അതിൽ കുറേ റെഗുലേഷൻസ് ഉണ്ട്. പക്ഷേ ആ റെഗുലേഷൻസ് അത് ശരിക്കും ഒരു പേപ്പർ ടൈഗർ ആയിരുന്നു, ആരും അത് പരിഗണിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ആ 1950 ആ നിയമം വെച്ച് ആ റെഫറൻസ് ആക്കി വെച്ച് കൊണ്ടിട്ടാണ് ഒരു ഓർഡർ കഴിഞ്ഞ ദിവസം സർക്കാർ ഇറക്കുന്നത്. അപ്പോൾ അതിൽ ആ ഓർഡർ ഫലത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ബലി നടക്കില്ല, അത് പ്രായോഗികമായി നടക്കാത്ത വിധത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ബലിയെറുക്കുന്ന മൃഗത്തിന് 14 വയസ്സ് പ്രായം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതൊരു തമാശ എന്ന് വെച്ചാലേ, ഈ മൃഗങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇതെങ്ങനെയാണ് ഈ 14 വയസ്സ് നിജപ്പെടുത്തുക? ഇതിൻ്റെ ഓണർക്ക് അറിയായിരിക്കും, ഇതിന് ചിലപ്പോൾ അറിയായിരിക്കും, പക്ഷെ ഇത് വാങ്ങുന്നതിന് അറിയായിരിക്കും. ഇനി ഓണർ പറയുകയാണ് ഇതിന് 14 വയസ്സായിട്ടുണ്ടെന്ന്, ഇവരെങ്ങനെ അല്ലാന്ന് ഇവരെങ്ങനെയാണ് തെളിയിക്കുക? ബർത്ത് സർട്ടിഫിക്കറ്റിൽ, ഇന്ത്യയിൽ ഈ മൃഗങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ. ഏറ്റവും പശുവിനൊക്കെ ആധാർ കാർഡ് കൊടുത്തു. അപ്പോൾ 14 വയസ്സായിരിക്കണം എന്നുള്ളതാണ് ഒരു നിബന്ധന. പിന്നെ ഉള്ളത് സർട്ടിഫിക്കേഷനാണ്. അവിടുത്തെ ലോക്കൽ അതോറിറ്റിയുടെയും വെറ്ററിനറി ഡോക്ടറുടെയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. ഇതിന് ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിലെ ഫസ്റ്റ് ക്രൈറ്റീരിയയാണ് 14 വയസ്സെന്ന് പറയുന്നത്. മൂന്നാമത്തേത് അംഗീകൃത സ്ലോട്ടർ ഹൗസുകളിൽ വെച്ച്, ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള കശാപ്പ് ശാലകൾ വെച്ച് ഇതിന് അറക്കാൻ പാടില്ല. അപ്പോൾ അത് എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. ഇതെവിടെയാണ് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള കശാപ്പ് ശാല? എവിടെയാണ് സാറേ ഇതുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ പരിപാടി ഇല്ല. അപ്പോൾ എന്നുവെച്ചാൽ ഫലത്തിൽ ഈ കടലാസ്, സുവേന്ദു അധികാരി ഇറക്കിയ കടലാസ് വെച്ചിട്ടാണ് പോകണമെങ്കിൽ ഈ പരിപാടി നടക്കില്ല. പിന്നെ ഇതിനൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു കടലാസ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതോടുകൂടി ഈ വിജിലാൻറ്റികളുണ്ടല്ലോ, ഗോരക്ഷാ പ്രവർത്തകർ, അവർ റോട്ടിലിറങ്ങി ഈ വണ്ടിയിൽ കൊണ്ടുപോകുന്ന കാലികളെ കൊണ്ടുപോകുന്ന തടയാനും അവരുടെ സ്ഥിരം പരിപാടി പലയിടത്തും അവർ നടപ്പിലാക്കാൻ തുടങ്ങി. അപ്പോൾ മുസ്ലിം ഇമാമുകാർ അവർ ആഹ്വാനം ചെയ്തു, നിങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കണ്ട, നിങ്ങൾ ആടിനെ എന്തിനെങ്കിലും അറുത്തോ. പിന്നെ ഈ പെരുന്നാൾ അടുക്കുന്നതിനനുസരിച്ച് അവിടെ ഈ കന്നുകാലി ചന്തകൾ വളരെ ആക്റ്റീവ് ആവും. ഈ ചന്തകളിലൊന്നും ഒരു വിൽപ്പനയും നടക്കുന്നില്ല. അപ്പോൾ ഇതിലുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വിൽപ്പന നടത്തുന്ന ആളുകൾ, ഈ കന്നുകാലി കർഷകർ എന്ന് പറയുന്നത് മഹാഭൂരിപക്ഷവും ഹിന്ദു സമുദായങ്ങളാണ്. പ്രത്യേകിച്ച് ഘോഷ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും കൂടുതൽ. അവരെ സംബന്ധിച്ച് അവരുടെ വർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന സന്ദർഭമാണിത്. കാരണം ഒന്നാമത് ഈ പാലെടുക്കാത്ത മൃഗങ്ങളുണ്ടല്ലോ, അതിനെന്ത് ചെയ്യും അവർ? കാള എന്തു ചെയ്യും അവർ? പാല് വറ്റിയ ഇതിനെന്ത് ചെയ്യും അവർ? ഈ പറയുന്ന വാർഷിക ചന്തയിൽ, ഈ പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന കാലിച്ചന്തകളിലാണ് ഇതിന് വലിയ വിലക്ക് ഇവർ വിൽക്കുന്നത്. അവരുടെ ഒരു വർഷത്തെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വരുമാനം ആർക്കാണ്. പക്ഷേ എവിടെയും വിൽപ്പന നടക്കുന്നില്ല. കന്നുകാലി ചന്തകളിൽ ഇത് അതേതാണ്ട് ഇല്ലാതായി എന്നുള്ളതാണ് അവിടെ നിന്നുള്ള പല റിപ്പോർട്ടുകളും കാണിക്കുന്നത്. അത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ മുസ്ലിം ഇമാമുമാർ പറയുന്നത് നമുക്കിത് ഈ അലമ്പിന് നിൽക്കാൻ പറ്റില്ല. ഇതിനെ വാങ്ങി ഞങ്ങൾ കൊണ്ടുപോകുമ്പം പോലീസ് പിടിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും?
ഇതാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അലമ്പിന് പോകേണ്ട, നിങ്ങൾ ആടിനെയൊക്കെ അറുത്ത് സംഗതി ഇതാക്കുമെന്നാണ് ഇമാമുമാർ, അവിടുത്തെ കൊൽക്കത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമാമിൻ്റെ ആഹ്വാനം അങ്ങനെ വന്നതായിട്ട് നമ്മൾ കാണുന്നു. ഫുർഫുറ ഷെരീഫിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ കേന്ദ്രമാണ്, മുസ്ലിം ആത്മീയ കേന്ദ്രം. അവിടുത്തെ പീർസാദ അങ്ങേരുടെ പ്രസ്താവന വരുന്നു. അപ്പോൾ അത് ഗ്രാമീണ ഹിന്ദു ജീവിതത്തെയാണ്, അവരുടെ സാമ്പത്തിക ഇതിനെയാണ് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത്. ഇത് പക്ഷേ നമ്മൾ കാണേണ്ട കാര്യം, ഒന്നാമത് ഈ പെരുന്നാൾ നോമ്പൊക്കെ വരുമ്പം പൊടുന്നനെ പുതിയ കുറേ സിദ്ധാന്തങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ സ്പേസിലൊക്കെ വരും. ഇപ്പോൾ നോമ്പെടുക്കുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ടൊരു സിദ്ധാന്തമാണ് സർബത്ത് കുടിക്കാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. സർബത്ത് കിട്ടാത്തതിൻ്റെ ആധിയുമായിട്ട് ബുദ്ധിജീവികളിങ്ങനെ തുരുതുരാ രംഗപ്രവേശം ചെയ്യും. പ്രധാനമായും ഈ സനാതന യുക്തിവാദികളാണ്, യുക്തിമോർച്ച എന്ന് പറയുന്ന ആ ടീമാണ് ഈ വാദമായിട്ട് വരാറുള്ളത്. അതേപോലെ ഈ ബലിപെരുന്നാൾ അടുക്കുമ്പോൾ മൃഗസ്നേഹികളുടെ ഒരു പാടാങ്കണ്ട രംഗത്തിറങ്ങും. എത്ര മൃഗങ്ങളെയാണ് അറുക്കുന്നത്, എന്തിനാണിതെന്നൊക്കെ ചോദിച്ചിട്ട് മൃഗസ്നേഹം തുളുമ്പിക്കൊണ്ടുള്ള സൈദ്ധാന്തിക കസർത്തുകൾ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ പറ്റും. നമുക്ക് ഈ പെരുന്നാളല്ലാത്ത ദിവസങ്ങൾ നമ്മുടെ തെരുവുകളെല്ലാം, അങ്ങാടികളിലെല്ലാം മില്യൺ കണക്കിന് കോഴികൾ അറുക്കുന്നുണ്ട്. അയ്യോ എത്ര കോഴികളാണ് ജീവൻ പിടഞ്ഞു വീഴുന്നതെന്ന് പറഞ്ഞിട്ട് ഒരാധിയും ഒരു കവിതയും നമ്മൾ കാണില്ല. കോഴികളോട് അത്ര സ്നേഹമില്ല. ഇനി മാറ്റം, ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ ദിവസവും നമ്മുടെ കടൽ തീരത്ത് ദശലക്ഷക്കണക്കിന് മീനുകളാണ് വലയിൽ പിടഞ്ഞ് ശ്വാസം കിട്ടാതെ പിടഞ്ഞ് ചാകുന്നത്. ദശലക്ഷക്കണക്കിന് മീനുകൾ ഓരോ ദിവസവും ശ്വാസം കിട്ടാതെ പിടഞ്ഞ് ചാവുകയാണ്. വല്ല കവിതയും കണ്ടായിരുന്നു? എത്ര ജീവനുകളാണ് പിടഞ്ഞു വീഴുന്നത് ഓരോ ദിനവും, ഓരോ പ്രഭാതത്തിലും. ഒരാളൊരു കവിത എഴുതുന്നില്ല. പക്ഷെ വലിയൊരുനാൾ വരുമ്പം കവിതകളുടെ പ്രവാഹമായിരിക്കും. മൃഗസ്നേഹം ഇങ്ങനെ പൊട്ടി ഒലിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വിവാദങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് എപ്പോഴും സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ ബംഗാളിൽ നിന്ന് കൗതുകകരമായുള്ള പുതിയൊരു വിവാദമാണ് ഉണ്ടായത്. ഇത് സർക്കാർ, അവിടുത്തെ ആനിമൽ ഹസ്ബൻഡറി മിനിസ്റ്റർ തന്നെ മീറ്റിംഗ് വിളിച്ചു എന്നാണ് പറയുന്നത്. ആ നിലക്കുള്ള സമ്മർദ്ദമാണ് അദ്ദേഹത്തിന് താഴെ നിന്ന് വരുന്നത്. ഇത് ഇവിടെ മാത്രം നിൽക്കുന്നില്ല ദിവ്യ. ഇന്ത്യയിലെ ലെതർ ഇൻഡസ്ട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചങ്ക് കിടക്കുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. മൊത്തം ഇന്ത്യൻ ലെതർ എക്സ്പോർട്ടിൻ്റെ 50% ബംഗാളിൽ നിന്നാണ്. 25,000 കോടി രൂപയാണ് അവിടുത്തെ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത്. ഈ ലെതർ ഇൻഡസ്ട്രിയുടെ മാത്രം, മീറ്റ് ഇൻഡസ്ട്രി അല്ല കേട്ടോ പറയുന്നത്, ലെതർ ഇൻഡസ്ട്രിയുടെ മാത്രം ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 25,000 കോടി രൂപയാണ്. 5 ലക്ഷം മനുഷ്യരാണ് ആ ഇൻഡസ്ട്രിയിൽ അവിടെ ജോലി ചെയ്യുന്നത്. അതിൽ മഹാഭൂരിപക്ഷവും ദലിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ്. ഇവരേക്കുള്ള ഈ ലെതർ ഇൻഡസ്ട്രിയിലേക്കുള്ള റോ മെറ്റീരിയൽ തൊലിയാണ്, അത് ഏറ്റവും കൂടുതൽ പോകുന്നൊരു സീസണാണിത്. അപ്പോൾ ഇതെങ്ങനെ, ഈ ഇൻഡസ്ട്രി ഇതെങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ചിട്ടുള്ള വലിയ ആലോചനകൾ വരുന്നുണ്ട്. അപ്പോൾ വളരെ ഭ്രാന്തമായ ഈ ഗോരക്ഷാ പ്രവർത്തനം എങ്ങനെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയെയും നമ്മുടെ എക്കണോമിയും ബാധിക്കുന്നുള്ളതിൻ്റെ കൗതുകരമായുള്ള കുറേ സംഗതികളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പാണ്, ഏപ്രിൽ 8 തീയതി സുപ്രീം കോടതിയുടെ വിചിത്രമല്ല കൗതുകരമായുള്ളൊരു ഉത്തരവുണ്ട്. എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും യൂണിയൻ ടെറിട്ടറി ചീഫ് സെക്രട്ടറിമാർക്ക് അവർ ഒരു നിർദ്ദേശം ഒരു കത്ത് വെച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്ട്രേ കാറ്റിൽസ് ഉണ്ടല്ലോ, അലഞ്ഞു തിരിയുന്ന കന്നുകാലികൾ, ഇത് റോഡുകളിൽ കയറാതിരിക്കാൻ, ഹൈവേകളിൽ കയറാതിരിക്കാൻ നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നതിനെ കുറിച്ചിട്ടുള്ള സത്യവാങ്മൂലം 2 ആഴ്ചക്കകം സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും ഈ യൂണിയൻ ടെറിട്ടറിയിലും സുപ്രീം കോടതി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അതെന്താ സംബന്ധിച്ചാൽ, ഒരു സംഘടന ഒരു പബ്ലിക് ലിറ്റേഷൻ കൊടുത്താണ് നമ്മുടെ ഹൈവേകളിൽ സുഗമമായ യാത്ര നടക്കുന്നില്ല. ഇത് നിസ്സാര കാര്യമല്ല. ഉത്തരേന്ത്യയിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാകും, സർവ്വ ഹൈവേകളിലും റോഡുകളിലും കന്നുകാലികൾ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? ഇതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ കർഷകർക്ക് പ്രൊഡക്റ്റീവ് അല്ലാത്ത ഈ കന്നുകാലികളെ, പ്രത്യേകിച്ച് കറവ് പറ്റിയ കന്നുകാലികളെ കർഷകൻ എന്തു ചെയ്യും? ഇതിനും മാംസ വ്യാപാരികൾക്ക് കൊടുക്കാൻ പറ്റില്ല. അതിന് വല്ലവരും വാങ്ങിക്കൊണ്ടുപോയാൽ അവനെ തല്ലിക്കൊല്ലും. ഇവർക്ക് ഇതിനെ പോറ്റുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. ഇതിന് വലിയ ചിലവല്ലേ? ഇതൊന്നും പ്രൊഡക്റ്റീവ് അല്ല ഈ സാധനം. ഇതിനെ നിലനിർത്താനാണെങ്കിൽ വലിയ തോതിൽ പണം ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരഴിച്ചു വിടും. ഇവർ കൂട്ടത്തോടെ റോഡുകളിലേക്ക് വരും. നമ്മുടെ രാജ്യത്ത് എല്ലാ 5 വർഷവും ലൈഫ് സ്റ്റോക്ക് സെൻസസ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും അവസാനത്തെ ഡാറ്റ എന്ന് പറയുന്നത് 2019 20ാമത് ലൈഫ് സ്റ്റോക്ക് സെൻസസ് ആണ്. 2019 ലൈഫ് സ്റ്റോക്ക് സെൻസസ് പ്രകാരം 50 ലക്ഷം സ്ട്രേ കാറ്റിൽസാണ് ഇന്ത്യയിലുള്ളതെന്നുള്ളതാണ്. 50 ലക്ഷം സ്ട്രേ കാറ്റിൽസ് എന്ന് പറഞ്ഞാൽ
ഇത് നിസ്സാര സംഖ്യ. ഇവരെന്ത് ചെയ്യും ഇതിന്? ഇവർ റോട്ടിലേക്ക് വിടും, അയച്ചു വിടും. അവർക്ക് എവിടെയാണോ പോകാനുള്ളത് അവിടേക്ക് പോകും. ഇത് ഈ ഭ്രാന്തമായ ഇത് മൃഗങ്ങളുള്ള സ്നേഹമാണ്. പശുവിനുള്ള സ്നേഹമാണെങ്കിൽ അതിനെ റോട്ടിൽ അയച്ചു വിടുകയാണോ വേണ്ടത്? അല്ല. അവർ വണ്ടി ഇടിച്ച് ചാവുന്ന എത്ര അനുഭവങ്ങളുണ്ട്. വാഹനാപകടങ്ങളുണ്ടാകുന്ന എത്ര അനുഭവങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിനെന്തു ചെയ്യണം എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു പ്ലാൻ വേണ്ടേ? അങ്ങനെ സംഗതിയില്ലേ. ഈ മൃഗങ്ങൾ, പ്രത്യേകിച്ച് കറവ് പറ്റിയിട്ടുള്ള മൃഗങ്ങൾ, അതിന് കർഷകർക്ക് അതിനെ തീറ്റിപ്പോറ്റാൻ പറ്റില്ല. അവർക്കത് ഭാരമാണ്. ഉത്തരേന്ത്യൻ സമ്പദ്ഘടന നമുക്കറിയാം. കാലി, ഡയറി എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ അതിലൊന്നും ഇവരാകെ ചെയ്യുന്നതാണ് ഗോവധ നിരോധനം എന്ന് പറയുന്ന നിയമം പാസ്സാക്കുക. വല്ലവനും ലോറിയിൽ ഇതിനെ കൊണ്ടുപോകണമെങ്കിൽ അവനെ തല്ലിക്കൊല്ലുക. ഈ പദ്ധതി അതെങ്ങനെയാണ് തിരിച്ചടിക്കാൻ പോകുന്നത്? അതിൻ്റെ പ്രണേതാക്കളെ തന്നെ അത് തിരിച്ചടിക്കാൻ പോകുന്നുള്ളതിൻ്റെ കൗതുകകരമായുള്ള ഒരു അനുഭവമാണ് വെസ്റ്റ് ബംഗാൾ ഇപ്പോൾ നമ്മൾ കാണുന്നത്. സച്ചിൻ, സത്യത്തിൽ ഈ BJP സംഘപരിവാറിൻ്റെ ഗോസ്നേഹം, പശുസ്നേഹം വലിയ തിരിച്ചടിയാവുകയാണോ ബംഗാളിൽ? ഈ അമുൽ കുര്യൻ എന്ന് പറയുന്ന അമുലിൻ്റെ ഉപജ്ഞാതാവ് ഒരു മലയാളി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ, അത് ആത്മകഥ എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പുകളിൽ അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് പശു ഇന്ത്യയുടെ ഒരു ദേശീയ വികാരമായി മാറിയത്. അത് ഗോൾവാർക്കറാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. ഗോൾവാർക്കർ ഇന്ത്യ മുഴുവൻ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഒരുമിപ്പിക്കാവുന്ന ഒരു കണ്ടന്റും കിട്ടിയിട്ടില്ല. അന്ന് രാമജന്മഭൂമിയില്ല, രാമൻ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ദൈവമായി മാറിയിട്ടില്ല, മുഴുവൻ ആളുകളുടെയും ദൈവമായി മാറിയിട്ടില്ല. അദ്ദേഹം കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് പശു. പശു എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട്. കർഷകർക്ക് വലിയ സ്നേഹമാണ് അതിനോട്. അവരുടെ കാർഷിക വൃത്തി തന്നെ പശുവിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. പശു ഗോമാതാവാണ്. കാമധേനു എന്ന സങ്കല്പം ഹൈന്ദവതയിലുണ്ട്. അപ്പോൾ അതിനുപയോഗിച്ച് എങ്ങനെ ഇതിനൊരു ദേശീയ ബിംബമാക്കി മാറ്റാമെന്ന അദ്ദേഹത്തിൻ്റെ ആലോചനയാണ് ഈ ഗോവധ നിരോധന നിയമത്തിലേക്കും പിന്നീട് ഈ ഗോരക്ഷ വിജിലാൻറ്റിസത്തിലേക്കൊക്കെ നയിച്ചതെന്നാണ് അദ്ദേഹം ഓർത്തെടുക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അതേക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയും. കാരണം അദ്ദേഹം ഈ പശുക്കളുടെ സംരക്ഷകനും അതിൽ ക്ഷീരവിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവുമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് യൂണിറ്റിക്ക് വേണ്ടി ഏതെങ്കിലും കമ്മ്യൂണിറ്റി, ഇപ്പോൾ ഒരു മതവിഭാഗത്തെ ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത് തെറ്റാണ്. യഥാർത്ഥത്തിൽ അത് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആശയമായിരുന്നു. കാരണം ഈ പശുവിനെ കഴിക്കുന്ന മനുഷ്യർ ഇന്ത്യയിൽ ധാരാളമുണ്ട്. അപ്പോൾ കഴിക്കുന്ന മനുഷ്യർ മുസ്ലിങ്ങൾ മാത്രമല്ല, ദലിതുകളുമുണ്ട്. അപ്പോൾ ഇവർക്കെതിരായി ഒരു ഭൂരിപക്ഷ ഐക്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഐക്യം എന്നതിനേക്കാൾ ഉപരി ഐക്യം ആർക്കെതിരെ എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷേ നമ്മൾ അവിടെ കാണുന്ന വൈരുദ്ധ്യം, ഇവിടെ ഇപ്പോൾ ബംഗാളിൽ നിന്ന് ലഭിക്കുന്ന വാർത്ത, ഇപ്പോൾ ഒരു പശു 8 വർഷമാണ് പരമാവധി നമുക്ക് പാല് തരിക. മിൽക്കിംഗ് തുടങ്ങി കഴിഞ്ഞാൽ 8 കൊല്ലമാണ് പരമാവധി. 8 വയസ്സാവുമ്പോഴേക്കും ഒരു പശുവിൻ്റെ 8 കൊല്ലമല്ല 8 വയസ്സാകുമ്പോഴത്തേക്കും ഒരു പശുവിൻ്റെ ഏറെക്കുറെ കറവ് പറ്റും. പക്ഷേ ഈ ബംഗാളിലെ നിയമത്തിൽ 14 വർഷമാണ്. ഈ മൃഗസംരക്ഷണ നിയമങ്ങൾ, പ്രത്യേകിച്ചും അറവുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം തന്നെ അത് നിയമം ഇതിലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കേരളത്തിലുണ്ട് അറവിനെ കുറിച്ചുള്ള സ്ട്രിക്റ്റർ ലോസ് ഉണ്ട് കേരളത്തിൽ. പക്ഷെ അതാരും നടപ്പാക്കില്ല. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും അറക്കുന്ന എവിടെയായിരിക്കണം? സർക്കാർ സ്ലോട്ടർ ഹൗസിലായിരിക്കണം നിയമപ്രകാരം. എവിടെയെങ്കിലും സർക്കാർ സ്ലോട്ടർ ഹൗസിൽ പശു നടക്കുന്നുണ്ട്? ഇല്ല. അതുപോലെ അറവുശാലകൾക്ക്, മാംസോൽപ്പന്നശാലകൾക്ക് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡം പാലിച്ച് കച്ചവടം നടക്കില്ല. അപ്പോൾ ചില നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരു ബെഞ്ച് മാർക്കാണ്. അത് എൻഫോഴ്സ് ചെയ്യാൻ സർക്കാർ ശ്രമിക്കാറില്ല. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. പക്ഷേ ഇത് ഇറക്കിയത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഗോവധം നിരോധിക്കാത്തതുകൊണ്ടാണ് അതിനെ കുറച്ചുകൂടി എൻഫോഴ്സ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ഗൈഡ് ലൈൻ ഇറക്കുന്നത് അവിടെ. പക്ഷേ അതിൽ BJPക്ക് പറ്റിയൊരു പാളിച്ച, ബംഗാളിൽ പറ്റി പാളിച്ച. നമുക്ക് അസം അറിയാം. അസം ബംഗാൾ പോലെ തന്നെ ഏതാണ്ട് 30% മുസ്ലിം പോപ്പുലേഷനുള്ളൊരു സംസ്ഥാനമാണ്. പക്ഷെ ബംഗാളിലെ മുസ്ലിം പോപ്പുലേഷനും അസമിലെ മുസ്ലിം പോപ്പുലേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. പലതരത്തിൽ വ്യത്യാസമുണ്ട്. ഒന്ന്, അസമിലെ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് പല കാരണങ്ങളാൽ ചരിത്രപരമായി അടിച്ചമർത്തപ്പെട്ടവരാണ്. ഭൂമിയില്ലാത്തവരാണ്, വീടില്ലാത്തവരാണ്, പുറമ്പോക്കുകളിൽ താമസിക്കുന്നവരാണ്. ഇത് ചെറ്റപ്പുരകൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ മറച്ചു കിട്ടിയ വീടുകളിൽ ഈ ബ്രഹ്മപുത്രയുടെ ഡെൽറ്റയിൽ താമസിക്കുന്ന മനുഷ്യരാണ്. ബംഗാൾ അങ്ങനെയല്ല. ബംഗാളി നൂറ്റാണ്ടുകളായിട്ട് അവിടെ തന്നെ താമസിക്കുന്ന ആളാണ്. ബംഗാളി സ്പീക്കിംഗ് ആണ്, അവരുടെ രാജ്യമാണത്. അവിടെ ഒരു 30% മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവർ എന്താണ് പറയുക, ഈ പറയുന്ന ഇതിൽ ആത്മവിശ്വാസമില്ലാത്തവരോ അല്ലെങ്കിൽ BJPയുടെ ഉന്മാദ ദേശീയതയിൽ പകച്ചു പോകുന്നവരല്ല. അതുകൊണ്ടാണ് ആ ഇൻഫ്ലുവൻസർമാർ വീഡിയോ ആയിട്ട് ഇറങ്ങുന്നത്. നിങ്ങൾ തിരിച്ചു നിങ്ങളുടെ തിരിച്ച് സർക്കാസ്റ്റിക്കായിട്ട് തിരിച്ച് സംസാരിക്കുകയാണ് അവരോട്. നിങ്ങളുടെ ഗോമാതാവല്ലേ ഇത്, തിരിച്ചു കൊണ്ടുപോകും, നിങ്ങൾക്ക് അതിനോട് സ്നേഹമില്ല എന്ന് പറഞ്ഞ് തിരിച്ചങ്ങോട്ട് പറയാം. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, BJP ബംഗാളിൽ പ്രവേശിക്കുന്ന സമയത്ത്, അതായത് BJP ഒറ്റ സീറ്റ് പോലും ഇല്ലാതിരുന്ന സമയത്ത് BJPക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന കമ്മ്യൂണിറ്റിയാണ് ഘോഷ് കമ്മ്യൂണിറ്റി. അതായത് BJPയുടെ ആദ്യത്തെ അഭിസംബോധകർ, BJPക്ക് ആദ്യ പിന്തുണ, ആ ഘോഷ് കമ്മ്യൂണിറ്റിക്കാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ പണിയിട്ടിട്ടുള്ളത്.
അതിൽ ഒരാളുടെ ഒരു ബൈറ്റ് ഞാൻ കേൾക്കുകയായിരുന്നു. അയാൾ സങ്കടത്തോടെ പറയാണ് 500 രൂപയെങ്കിലും വേണം ഒരു ദിവസം ഒരു കന്നാലി വളർത്താൻ. അതായത് ഒരു മാസം വളർത്തണമെങ്കിൽ എനിക്ക് 15,000 രൂപ വേണം. തീറ്റിപ്പോറ്റാൻ ഒരു വർഷമാകുമ്പോൾ എത്ര രൂപയോ? എനിക്കിത് വിറ്റ് കഴിഞ്ഞാൽ 40,000 50,000 രൂപ കിട്ടുമായിരുന്നു. ഇപ്പോൾ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ 15,000 രൂപ തരാൻ വേണ്ടി തന്നേക്ക് എന്നാണ് പറയുന്നത്. ഞങ്ങൾ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരും ഇത് ഒരു മാസം കൂടി തുടർന്നു കഴിഞ്ഞാൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, BJPക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ അവർക്ക് വോട്ട് ചെയ്ത കമ്മ്യൂണിറ്റിയാണ് ഇത് അനുഭവിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് പഠിക്കുമോ? ഇതുകൊണ്ട് ആളുകൾ ഇത് BJPയുടെ ഈ വിഭജന രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തിരിച്ചറിയുകയാണെങ്കിൽ UP എന്ന ആൾ തിരിച്ചറിഞ്ഞാൽ, ഞാൻ പറഞ്ഞു UP മാറില്ല എന്നൊന്നുമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UP വഴി കാണിച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി, ബംഗാളിൽ ഉണ്ടായിട്ടുള്ള ഒരു പവർ ഷിഫ്റ്റിംഗ് ഉണ്ടല്ലോ, തൃണമൂൽ കോൺഗ്രസിനെ അട്ടിമറിച്ച് BJP എന്ന് പറയുന്നത്, അതിന് പലതരത്തിലുള്ള അനലൈസിസ് നടക്കുന്നുണ്ട്. അതായത് അവിടെ ഇത് മാറിക്കഴിഞ്ഞു. മുമ്പ് CPM-നെ അട്ടിമറിച്ച് TMC വന്നതുപോലെയാണ് ഇത്തവണ BJP വന്നത്. ഇനി TMC ഇല്ല, ഖത്തം എന്ന രീതിയിലൊക്കെയുള്ള വിശകലനം നടക്കുന്നത്. അത് ശരിയല്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു പവർ ഷിഫ്റ്റിംഗ് അല്ല അവിടെ നടന്നിട്ടുള്ളത്. മുൻപ് രാഹുൽ ഗാന്ധി ആരോപിച്ചത് വോട്ട് ചോരിയാണെന്നുള്ളതിൻ്റെ സൂചനകളൊന്നും വരുന്നുണ്ട്. ഇപ്പോൾ പരകാല പ്രഭാകർ പറയുന്നുണ്ട്, വെസ്റ്റ് ബംഗാളിലെ വോട്ടിങ്ങിൽ രാവിലെ 7 മണി മുതൽ 9 മണി വരെ ആളുകൾ വോട്ട് ചെയ്തത് ഒരു വോട്ടിന് അവർക്ക് ലഭിച്ചത് 42 സെക്കൻഡാണെന്നാണ്. ഒരു വോട്ട് പോൾ ചെയ്യാൻ 42 സെക്കൻഡ്. സാധാരണ നമുക്കറിയാം, നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നതല്ലേ, 42 സെക്കൻഡിൽ ഒരാൾക്ക് അവിടെ വോട്ട് ചെയ്യാൻ പറ്റുമോ? അദ്ദേഹം പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പുറത്തുവിട്ട കണക്ക്, ഓരോ സമയത്ത് പുറത്തുവിട്ട പോൾ പെർസെൻറ്റേജ്, അത് വെച്ചിട്ട് അപ്പോൾ 9 മണിക്കുള്ളിൽ ഇത്ര വോട്ട് പോൾ ചെയ്തു ഒരു ബൂത്തിൽ, അങ്ങനെയാണെങ്കിൽ ഒരു വോട്ടർക്ക് എത്ര സമയം കിട്ടി എന്നുള്ളതാണ് അദ്ദേഹം നോക്കുന്നത്. വളരെ സിമ്പിളാണ്, സിമ്പിൾ മാത്തമെറ്റിക്സ് ആണ്. അത് ചില സമയങ്ങളിൽ വലിയ തോതിൽ 90% മുകളിലൊക്കെയാണല്ലോ ഇത് വന്നത് പോൾ പെർസെൻറ്റേജ്. ആവറേജ് ഒരാൾക്ക് 42 സെക്കൻഡാണ് കിട്ടുന്നത്. അങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതേ പ്രശ്നം ആന്ധ്രയിലുണ്ടായിരുന്നു. ആന്ധ്രയിൽ 8 മണിക്ക് ശേഷം പോൾ ചെയ്തത് ഇതവർക്ക് 30 സെക്കൻഡ് പോലും കിട്ടിയിട്ടില്ല എന്ന് പറയാം. 30 സെക്കൻഡ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? അതുപോലെ അഭിഷേക് ബാനർജി, മമതാ ബാനർജിയുടെ അനന്തരവൻ പറഞ്ഞ ഒരു ബൈറ്റ് ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം പറയും ഞങ്ങളുടെ കൗണ്ടിങ് ഏജൻസിനെയൊക്കെ തല്ലി ഒടിച്ചിട്ടാണ് അവിടെ വോട്ടെണ്ണിയെന്നാണ്. ഒരാളെ പോലും കൗണ്ടിങ് സ്റ്റേഷനിൽ ഇരുത്തിയിട്ടില്ല. അങ്ങനെയൊക്കെ അല്ലാതെ അവിടെ ഒരു പവർ ഷിഫ്റ്റ് അല്ല നടന്നിട്ടുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ട്രീറ്റിലുണ്ടെങ്കിൽ BJPക്ക് വേർക്കേണ്ടി വരും. കാരണം ഇതൊരു വോട്ട് ചോരിയാണെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർ ഫൈറ്റ് ബാക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും BJPക്കും സുവേന്ദു അധികാരിക്കും അവിടെ വേർക്കേണ്ടി വരും. എന്തായാലും ഈ കശാപ്പ് നിയന്ത്രണത്തിൽ നിന്ന് സുവേന്ദു അധികാരി സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വരുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. കാരണം അത്രയധികം എതിർപ്പ് ഈ പറയുന്നത് പോലെ ഹിന്ദു വ്യാപാരികൾ, കന്നുകാലി വ്യാപാരികളിൽ നിന്നുൾപ്പെടെ ശക്തമായി കഴിഞ്ഞിട്ടുണ്ട് പശ്ചിമ ബംഗാളിൽ. എന്ത് സംഭവിക്കുമെന്ന് നോക്കാം.